നല്ല വൃത്തി വേണം നമുക്ക്, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ. ഹുദൂ സീനത്തക്കും ഇന്തകുല്യ മസ്ജിദ്, രണ്ട് വ്യാഖ്യാനങ്ങൾ. ഒന്ന്, നമ്മൾ നിസ്കരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ നിസ്കാരക്കുപ്പായ ഒരു 4-5 ജോഡി വേണം. ആ കരിമ്പം കുത്തിയ ഡെക്കറേഷൻ നിസ്കാരക്കുപ്പായം മിക്കവാറും അത് മണപ്പിച്ചാൽ അനസ്തേഷ്യക്ക് വിധേയമാകും വിധം, ഞാൻ ബാക്കി പറയണ്ടല്ലോ, ഒറ്റ നിസ്കാരക്കുപ്പായം, ഒറ്റൊന്ന്. ആ താത്താനോട് വെറുതെ ചോദിച്ചു നോക്കി എത്ര ജോഡി ഡ്രസ്സുണ്ട്. 2 കൊല്ലം മുമ്പാണ് സെൻസസ് ലാസ്റ്റ് നടന്നത്, അന്ന് 32 ജോഡിയായിരുന്നു. പിന്നെ എണ്ണാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറയും. ഒരു ജോഡി നിസ്കാരക്കുപ്പായം. എൻ്റെ നാട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഈ അടുത്ത് മരിച്ചു പോയി, അവരെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. 5 ജോഡി നിസ്കാരക്കുപ്പായം. അവരെപ്പോഴും നിസ്കരിക്കുമ്പോൾ സുഗന്ധം പുരട്ടും. പുറത്തു പോകുമ്പോൾ താത്താമാർ സുഗന്ധം പുരട്ടരുത്. അവർ മരിക്കുന്നതിൻ്റെ രോഗത്തിൽ കിടന്ന കാലത്ത് ഒരു ദിവസം 10 ജുസ് ഖുർആൻ ഓതും. ഒരു ദിവസം. മരിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെന്നെ അവിടെ അടുത്ത സ്ത്രീയായിട്ടുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ. അവർ പറയുന്നുണ്ട്, നല്ല ഉറക്ക ദിക്റും ചൊല്ലിയിട്ടാണ് ആ ഉമ്മ ഈ ലോകത്തുനിന്ന് പോയത്. നിസ്കാരത്തിന് വല്ലാത്ത ബഹുമാനം. ആണുങ്ങന്മാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ, ലുങ്കിയും ഒരു ബനിയനും വന്നു. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 4 ദ്വാരങ്ങളുള്ള ഒരു ബനിയൻ. എന്നിട്ട് വൈഫിനോട് പെട്ടെന്ന് ഡ്രസ്സരുടെ നിസ്കരിക്കട്ടെ. ഇതല്ലേ നമ്മളെ മക്കൾ കണ്ടുപഠിക്കുക. ഹുസൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. രണ്ടാമത്തെ വ്യാഖ്യാനം, പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തിയുണ്ടാവണം. പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തിയുണ്ടാവണം. എപ്പോഴും. നമ്മളെ നാട്ടിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പള്ളിയൊക്കെ എടുക്കും, ശരിയാണ്. ചെറിയൊരു ക്യാഷ് ചിലവാക്കിയാൽ ആയിരങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ലക്ഷക്കണക്കിന് സുന്നത്തെടുക്കാൻ പറ്റും. ആ ഒള്ളൊടുക്കുന്ന പൈപ്പും മറ്റൊക്കെ കിബലക്ക് തിരിയുന്ന രീതിയിൽ ഒള്ളൊടുക്കുന്ന പൈപ്പാക്കിയാൽ അത് ശ്രദ്ധിക്കൂല. അതേസമയത്ത് എത്രയാ AC, എത്രയാ സംവിധാനങ്ങൾ, എന്തെല്ലാമുണ്ട്. ഒന്ന് ആ സുന്നത്തൊന്ന് ശ്രദ്ധിക്കുന്ന കമ്മിറ്റിയിൽ ഒരാൾ അജണ്ട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവേണ്ടവരും അങ്ങനെയാണ്. വല്ല കുടലുള്ളവർ കമ്മിറ്റിക്കാരനൊന്നും അജണ്ടയില്ല. നമ്മളെ നാട്ടിലെ കമ്മിറ്റിക്കാർക്ക് ആകെ അജണ്ട എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡൻ്റായപ്പോൾ 5 പോത്തിനെ അർത്ഥമുള്ളൂ, ഇക്കൊല്ലം 6 പോത്തിനെ അർത്ഥമുള്ളൂ. എല്ലാ കാര്യമായി പോയി. പിന്നെന്തെല്ലാം ചെയ്തത് എഴുതണമല്ലോ റിപ്പോർട്ടിൽ. ഒന്ന്, പിന്നെ മൂത്രച്ചോളിയിലെ ചെരുപ്പ് ത്രികോണാകൃതിയിൽ മുറിച്ചു കട്ടുകൊണ്ട് പോകുന്നതായിട്ട്. പിന്നെയോ പാട്ട പൈപ്പിന് കെട്ടിയിട്ടു ആടിനെ പോലെ. ഇതല്ലേ നമ്മൾ ആകപ്പാട് അജണ്ട. ഇതല്ല നമ്മളെ അജണ്ട.